ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച. ഡൗ ജോൺസ് 231 പോയിൻറ്റ് നെഗറ്റീവായിട്ടും S&P ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നസ്ഡാക്ക് 98 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിക്സഡ് ട്രെൻഡാണ്. ഡൗ ജോൺസ് നെഗറ്റീവായിട്ടും നസ്ഡാക്ക് പോസിറ്റീവായിട്ടുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സഡ് ട്രെൻഡിൽ ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 52 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. നമുക്ക് ഈ ആഴ്ച വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ആഴ്ചയിൽ മാർക്കറ്റ് ഒരു വീക്കിലി ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ്ങിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഹൈ പ്രീവിയസ് ഹൈക്ക് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ക്ലോസിങ് വന്നിരുന്നുവെങ്കിൽ മാർക്കറ്റ് എക്സ്ട്രീംലി ഒരു ബുള്ളിഷ് ആണെന്ന് പറയാമായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ആ ഒരു ലോയുടെ അവിടെയാണ് മാർക്കറ്റ് ഒരു റിജക്ഷൻ വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. മാർക്കറ്റ് അവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരുന്നുവെങ്കിൽ, ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരുന്നുവെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് വെള്ളിയാഴ്ചത്തെ രണ്ടാമത്തെ സെഷനിൽ വലിയൊരു ഫോള് വരുമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയും മിക്കവാറും ഒരു വീക്കിലി ക്യാൻഡിൽ മിക്കവാറും ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ തന്നെ ആയിരിക്കണം. കാരണം ഇതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത മാർക്കറ്റിൽ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഡോജി ക്യാൻഡിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുക ഈ ആഴ്ചയിൽ. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇവിടെ ഒരു ഈക്വൽ ഹൈ വന്നിട്ടുണ്ട്. ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ്. അപ്പം ഈ ആഴ്ചയിൽ ഇതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് താഴെ വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിന് വളരെയധികം ഗുണം ചെയ്യും. കാരണം പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് വന്നതിന് ശേഷം പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഡേ ക്യാൻഡിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഹൈക്ക് ശേഷം ഇതിൻ്റെ താഴെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഡബിൾ ബോട്ടത്തിന് തൊട്ട് മുകളിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി. ഇതിന് താഴെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇതിന് മുകളിൽ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഹയ്യർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് കയറിയത്. അപ്പോൾ ഇനി ഇത് ബ്രേക്കൗട്ട് കിട്ടി മുകളിൽ പുതിയൊരു ഹയ്യർ ഹൈ ഫോം ചെയ്യണം. ഇവിടെ മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് സംഭവിക്കും, ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പോഴും ഈ ഒരു ലെവലെന്ന് പറയുന്നത് നിഫ്റ്റിക്ക് വലിയൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഏരിയ ആണ്. മാർക്കറ്റ് അടുത്ത് താഴോട്ട് വന്നു കഴിഞ്ഞാലും ഈ ഒരു ലോയ്ക്ക് താഴെ ഹയർ ടൈം ഫ്രെയിമിൽ പുതിയ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. അതുവരേക്കും മാർക്കറ്റ് സ്ട്രോങ് തന്നെയാണ്. ഇതിന് മുകളിൽ 24, 300, 400 ഏരിയയ്ക്ക് താഴോട്ട് മാർക്കറ്റിനെ കൊണ്ടുപോയാൽ മാത്രമേ വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് മാർക്കറ്റ് സ്ട്രോങ് ആണ്. അപ്പോൾ മാർക്കറ്റ് അടുത്തൊരു റീട്രേസ്മെൻറ്റിന് താഴോട്ട് വരും. അല്ലാണ്ട് ഒരിക്കലും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകത്തില്ല. അങ്ങനെ കയറി പോകുന്ന മാർക്കറ്റ് സ്ട്രോങ് ആയിരിക്കില്ല. മാർക്കറ്റ് താഴെ വന്ന് ഒരു റീട്രേസ്മെൻറ്റിന് ശ്രമിക്കും. അവിടെ നിന്ന് മാർക്കറ്റ് കയറിയാൽ മാത്രമേ ഈ ഏരിയ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് കയറി പോകത്തുള്ളൂ. ഇതിനോടൊപ്പം തന്നെ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രീവിയസ് റെസിസ്റ്റൻസ് ഏരിയ കൂടെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും നോക്കണം. ഹയർ ടൈം ഫ്രെയിമിൽ നമ്മുടെ ഓൾ ടൈം ഹൈയും പിന്നെ നേരത്തെ വന്നിട്ടുള്ള ഈ ഒരു ഹൈയും, മാർക്കറ്റ് അടുത്തൊരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് മാർക്കറ്റിൽ അടുത്തൊരു റിജക്ഷനുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉള്ളത്
ഈ ഒരു ഏരിയ 25,200 250 ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ആഴ്ചയിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറുന്ന സമയത്ത് ഇതിന് മുകളിൽ 25,200 250 മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്യണം. മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ 50% റീട്രേസ്മെൻറ്റ് ഏരിയ, ഇവിടെ നിന്ന് 50% റീട്രേസ്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ 25,000 നിന്ന് അടുത്ത ഏതാണ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ആഴ്ചയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ അവിടെ നിന്ന് താഴോട്ട് 50% വരുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു ഏരിയ 24,693 ഈ ഒരു ഇത് എക്സാക്ട്ലി ഏരിയ അല്ല, ഇപ്പോൾ ഉള്ള ഹൈ വച്ചിട്ട് വരച്ചിരിക്കുന്നതാണ്. കൃത്യമായിട്ട് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോൾ ഉള്ള 50% to 618% നോക്കുക. അവിടെ നിന്നായിരിക്കും മാർക്കറ്റ് അടുത്തൊരു സിംഗ് ലോ എടുത്ത് തിരിച്ച് കയറുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഏരിയ. അപ്പോൾ ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട ലെവൽസ് എന്ന് പറയുന്നത് ഈ 2 ലെവൽസുമാണ്. ഒന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ 25,200 250 വരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഇവിടെ ഒരു ലെവൽ ഒരു സോണായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കിട്ടും. ഓക്കെ, കാരണം ഇവിടെയാണ് നേരത്തെ റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്. മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് വന്നിട്ട് തിരിച്ച് കയറിയപ്പം ഇവിടെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, ഇവിടെ തിരിച്ച് കയറാൻ സമയത്ത് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, പിന്നെ താഴോട്ട് വന്നിട്ട് വീണ്ടും തിരിച്ച് കയറാൻ സമയത്ത് ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഈ ആഴ്ചയിൽ ഇതിന് മുകളിൽ എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയിൽ ഇന്ത്യക്കെതിരെയുള്ള അമേരിക്കയുടെ താരിഫിൽ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കിട്ടും. മാർക്കറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,500 ഈ ആഴ്ചയിൽ മിക്കവാറും ടച്ച് ചെയ്യാനുള്ള സാധ്യത. 25,500 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ടച്ച് ചെയ്യാനുള്ള സാധ്യത ഈ ആഴ്ച മാർക്കറ്റിന് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് കിട്ടിയാൽ ഇവിടെ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 25,245 240 മുകളിൽ എവിടെ വേണമെങ്കിലും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസ് ലൈന് അവിടെ നിന്നായിരിക്കും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വരിക. അടുത്ത ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് 24,800 700 ഇടയ്ക്കായിരിക്കും അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അപ്പം ഈ 2 ലെവൽസും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഓക്കെ, 15 മിനിറ്റ്സിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്ന ഒരു ട്രെൻഡ് ലൈൻ കൂടെ ഉണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിൽ ലോവർ ടൈം ഫ്രെയിമിൽ ഓൾറെഡി മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്. ഇനി നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലൂടെ അപ് ട്രെൻഡ് പാറ്റേൺ വരണം. ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ താഴോട്ട് പുതിയ ലോ വന്നിട്ടില്ല. എല്ലാം ഹയർ ലോയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഹയർ ഹൈയും പിന്നെ ഹയർ ലോയും. അപ്പം ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോവർ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്യണം, ഹയർ ടൈം ഫ്രെയിമിൽ ഹൈയും ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ട്രെൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ആഴ്ചയിൽ ഈ ഒരു ട്രെൻഡ് ലൈന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ വലിയൊരു ഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിലുള്ള വലിയൊരു ഫോളാണ്. ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് വലിയ ഫോള് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം നേരത്തെ പറഞ്ഞിട്ടുള്ള 24,400 500 ലെവലൊക്കെ
ഈ ഒരു ലെവലൊക്കെ 24,300-400 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴോട്ട് വലിയൊരു ഫോളിലോട്ട് പോകത്തുള്ളൂ. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിൽ ഒരു റീട്രേസ്മെൻറ്റിന് ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ട് ഈ ഒരു ട്രെൻഡ് ലൈനും പിന്നെ 25,080 25,080 അല്ല, 25,000 ഓക്കെ 25,080 തന്നെയാണ്. ഈ ട്രെൻഡ് ലൈനും കൂടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ഗ്യാപ്പ് ഫില്ലാവാനുള്ള സാധ്യതയുണ്ട്. 24,800 ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് മിക്കവാറും ഇറങ്ങി വരും. ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. 25,020 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് 24,950. മൂന്നാമത്തേതെന്ന് പറയുന്നത് 24,877 ഗ്യാപ്പ്. അല്ല, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്താണ് തിരിച്ച് കയറുന്നതെങ്കിൽ, ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഹൈ ബ്രേക്ക് ഔട്ട് കിട്ടണം. 25,140. 25,140 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് പുതിയ ഹൈയിലോട്ട് പോകും. ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഈ ഒരു ഏരിയയിലായിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത്. 240, 250. ഇതിനിടയ്ക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25, 240, 250 ആയിരിക്കും അടുത്ത ടാർഗറ്റ് വരുന്നത് 100 പോയിൻറ്റിൻ്റെ. എങ്കിലും ഇൻട്രാഡേ ലെവൽസ് നോക്കിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അടുത്ത സിംഗിലിട്ട് വേണം മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മളൊരു ലോങ് എൻട്രിക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയിട്ട് അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ താഴെ നിന്ന് വീണ്ടും ഡിപ്പെന്ന് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം 15 മിനിറ്റിൽ ഇതാണ് മാർക്കറ്റ് വരുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈനും പിന്നെ താഴോട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലും നോക്കുക. 25,80 ട്രെൻഡ് ലൈന്. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത റീടെസ്റ്റിൽ റെസിസ്റ്റൻസിൽ നിന്ന് എൻട്രി നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സമയത്ത് തന്നെ താഴോട്ട് എൻട്രി നോക്കാം. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ വെള്ളിയാഴ്ച FISും DISും സ്റ്റോക്കിൽ ബൈ ചെയ്തിട്ടുണ്ട്. FIS 130 കോടിക്കും DIS 1,556 കോടിക്കും സ്റ്റോക്കിൽ ബൈ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ FIS പുട്ട് പൊസിഷൻ എടുത്തിരിക്കുന്നത് 2.76 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻസ് ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻസും 772 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സിൻ്റെ ക്വാണ്ടിറ്റി ഒരു സെല്ലിങ്ങിൽ നിന്ന് ബൈയിങ്ങിലോട്ട് വരാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് ബൈയിങ് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അവരുടെ പൊസിഷൻസ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ ഈ ഒരു മാസം ഓഗസ്റ്റ് മാസമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ പുട്ട് ഓപ്ഷൻ ബൈയിങ്ങിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വെള്ളിയും വ്യാഴനുമൊക്കെ അവർ കോൾ ഓപ്ഷനിലോട്ട് മാറിയിട്ടുണ്ട്. പ്രോ ഏകദേശം 1.36 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ സെല്ലിങ്ങുമാണ്. അപ്പോൾ പ്രോയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് മാർക്കറ്റ് മിക്കവാറും ബുള്ളിഷിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ക്ലൈൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റ് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കോൾ ഓപ്ഷനും സെല്ല് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് മിക്കവാറും ഒരു ബുള്ളിഷിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ വരുന്ന ഒരു റീട്രേസ്മെൻറ്റ് കൃത്യമായിട്ട് നമ്മളൊരു ലോ ആയിട്ട് കണക്കാക്കിയിട്ട് അവിടെ നിന്ന് ഫ്യൂച്ചേഴ്സ് വേണമെങ്കിൽ ബൈ ചെയ്യാം.
മാർക്കറ്റ് എന്തായാലും ഒരു റിട്രേസ്മെൻറ്റിന് താഴോട്ട് ഇറങ്ങണം. നേരത്തെ നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ വരച്ചിട്ടുള്ള ആ ഒരു ലെവൽസ് ഫോളോ ചെയ്യുക. നമുക്ക് ലെവൽസിലോട്ട് പോകാം. ഇന്നത്തെ തിങ്കളാഴ്ചത്തെ ലെവൽസിന് മുന്നേ ഇതൊക്കെ വെള്ളിയാഴ്ച ലൈവ് മാർക്കറ്റിലുള്ള ലൈൻസാണ്. നമ്മൾ അന്നത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ലെവൽ 25,048 എന്നുള്ള ലെവൽസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇതിന് മുകളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. 25,139.51 ആയിരുന്നു റെസിസ്റ്റൻസ് ലൈന്. അവിടെ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ വന്ന് പിന്നെ സൈഡ് വൈസ് പോയത്. മാർക്കറ്റ് ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ, ഈ ഒരു ഏരിയ സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ ആയിരുന്നുവെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് വരുമായിരുന്നു. പക്ഷേ മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്താണ് നിൽക്കുന്നത്. അപ്പം 25,139.40 ആ ഒരു ഏരിയയൊക്കെ ഇന്നും ഞാൻ ആ ഒരു ഏരിയ തന്നെയാണ് വരച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആണെങ്കിലും അവർ കുറഞ്ഞു വരികയാണ്. ബയ്യേഴ്സ് ആക്റ്റീവ് ആകുന്നുണ്ട്. സെല്ലേഴ്സ് കുറയുന്നുണ്ട്, ബയ്യേഴ്സ് ആക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയ സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ബ്രേക്കൗട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം 25,141.56 ഏരിയ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ്. 25,249, 25,264 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് ഈ ഒരു ലെവൽ നോക്കുക, 25,200 ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും ഈ ഒരു ഏരിയ. അപ്പം ഇവിടെ 15 മിനിറ്റിൽ 25,141 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വയ്ക്കുക. ഇവിടെ നിന്ന് താഴോട്ട് ചിലപ്പോൾ ഒരു റിട്രേസ്മെൻറ്റിന് വരും, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഡിപ്പ് കിട്ടും, അവിടെ നിന്ന് തിരിച്ച് ബൈ ചെയ്യുക. 25,249, 25,264 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. നാരോ CPR ആണ് ഇന്ന് വരുന്നത്. 25,85 തൊട്ട് 25,106 വരയ്ക്കും ഏകദേശം 20 പോയിൻറ്റിൻ്റെ CPR ആണ്. തൊട്ട് താഴെ വരുന്ന സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 25,058, 25,046 ആണ് സപ്പോർട്ട് ഏരിയ. അത് കഴിഞ്ഞാൽ 25,000 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ, CPRന് താഴെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ 25,058 ശ്രദ്ധിക്കുക. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തായാലും മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് 25,000 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഇൻട്രാഡേക്ക് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ലെവൽസ്. ബാക്കി അപ്ഡേഷൻസ്, ലൈവ് മാർക്കറ്റിലുള്ള ലെവൽസും കാര്യങ്ങളും അപ്ഡേറ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.